ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ഇമെയിൽ ഐ ഡിയെ ഹാക്കർമാരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ്. അഥവാ നമുക്ക് 100% സെക്യൂർഡ് ആയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഹാക്കർമാരിൽ നിന്നും സെക്യൂർഡ് ആയിട്ട് വെക്കാം. സാധാരണ നമ്മുടെ നോർമൽ വാട്സപ്പിനും ഫേസ്ബുക്കിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ ജിമെയിലും ഈ ഒരു മെത്തേഡ് ഉണ്ട്. അഥവാ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ ജിമെയിലും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലോട് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ 5 അക്കൗണ്ടാണ് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി 5 അക്കൗണ്ട് ഉണ്ട്. ഇതിൽ നിന്നും ഞാനൊരു അക്കൗണ്ട് എടുക്കുകയാണ്. ടെക് ഇൻ മലയാളം എന്നുള്ള ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി 3 അക്കൗണ്ടിന് ഈ ഒരു സ്റ്റെപ്പ് എനേബിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എടുത്തത്. ഇവിടെ നിന്നും ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അവിടെ ട്രൈ ഇറ്റ് നൗ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഈ ഒരു ഇമെയിൽ ഐ ഡി ഏതിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഡിവൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയ 3 എൻ്റെ ഫോണിൽ തന്നെയാണ്. ഈ ട്രൈ ഇറ്റ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യെസ് എന്ന് കാണാം, യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കും. ഓൾറെഡി നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് OTP, അവരെ ഈ മൊബൈൽ നമ്പർക്ക് ഒരു OTP അയക്കും. അത് ടെക്സ്റ്റ് ആയിട്ട് വേണം, അത് ഫോൺ കോൾ ആയിട്ടാണ് വേണം. ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഒരു OTP വരും. ആ OTP ഈ താഴെയുള്ള സ്ഥലത്ത് എൻ്റർ ചെയ്യുക. എൻ്റെ OTP വന്നിട്ടുണ്ട്, ഞാൻ അത് എൻ്റർ ചെയ്യാണ്. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും താഴെ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യാൻ പറയുകയാണ്. ഈ ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ടേൺ ഓൺ അഥവാ ടേൺ ഓൺ ആയിട്ടുണ്ട്, അഥവാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ഓൾറെഡി നമ്മുടെ 3 ഡിവൈസിലാണ് ഈ ഒരു ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ഡിവൈസ് ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ഫോൺ വെച്ചിട്ട് ആഡ് ചെയ്യാം. അഥവാ ഇതിൽ നിലവിലുള്ളതിന് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ടേൺ ഓൺ ആണ്. ഇനി ടേൺ ഓഫ് ആക്കാൻ ഈ ടേൺ ഓഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അഥവാ ഇനി നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും തന്നെ അവർക്ക് ഇനി ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അഥവാ അവൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ OTP വരുന്നത് നമ്മുടെ മൊബൈലിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതില്ലാതെ അവർക്ക് ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല. അഥവാ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പോസ്റ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.